السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد റിയാദുസ് സാലിഹീൻ പാവപ്പെട്ട ആൾക്കാർക്ക് അള്ളാന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട് എന്ന് വിവരിച്ചു വന്നുകൊണ്ടുള്ള ആ ബാബിലെ 4-ാമത്തെ ഹദീസ് ആയിട്ട് ഇപ്പം ഞങ്ങൾ വിവരിക്കൊണ്ടിത് ഹദീസ് നമ്പർ 255 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് അത് വലിയ സ്ഥാനമുള്ളത് ബഹുമാനമുള്ളത് അത് 4 കുറിച്ചെല്ലെങ്കിലും നിങ്ങൾ കേൾക്കുക അവസരം ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ലിങ്ക് മറ്റുള്ള ആൾമാർക്ക് എത്തുവാറ്റി കൊടുക്കുക, മറ്റുള്ള ഗ്രൂപ്പുകൾക്കും ഷെയർ ആക്കുക. ഇന്നത്തെ ഹദീസിൽ ചൊല്ലത് അള്ളാന്റെ അടുക്കൽ സ്ഥാനമുള്ളത് ഈമാനും തഖ്വയും നോക്കിയിട്ടായിട്ട് തടി കെട്ടുകൊണ്ടല്ല. അതിനെ സംബന്ധിച്ച് വിവരിച്ചു വന്നൊരു ഹദീസ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ടാക്കുന്നത് وعن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم قال മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു ഇന്നഹു ലയഅതി റജുലു സമീനുൽ അദീം നിശ്ചയമായിട്ടും നല്ല തടിയുള്ള ഒരു മനുഷ്യൻ, വലിയ തടിയുള്ള ഒരു മനുഷ്യൻ വരും യൗമൽ ഖിയാമത്തി ഖിയാമത്തിനാൾ അടുക്കൽ. ഉനക്ക് വലിയ തടിയുണ്ട്, താക്കത്തുണ്ട്, എല്ലാം ഉണ്ട്. ലാ യസ്നു ഇൻദല്ലാഹി ജനാഹ ബഊലത്തിൻ അള്ളാന്റെ അടുക്കൽ ഒരു കുതിര റെക്കടത്തര പോലും അവനക്ക് സ്ഥാനമില്ല എന്നർത്ഥം. മുത്തഫഖുൻ അലൈഹി. അപ്പൊ എന്തായിട്ട് ഇവിടെ ചെന്നത്, ഒരു മനുഷ്യക്ക് വലിയ തടിയുണ്ട്, എല്ലാം ഇത് അങ്ങനെയുള്ള ഒരു മനുഷ്യ ഖിയാമത്തിനാലാവും ബണ്ട. പക്ഷേ അള്ളാന്റെ അടുക്കൽ ഒരു കുതിര റെക്കയ്ക്ക് എത്ര ദിന്നുണ്ടോ അത്ര ദിന്ന പൂർവ്വം അവനക്കില്ല. അപ്പൊ അള്ളാന്റെ അടുക്കൽ സ്ഥാനമുള്ളത് സ്വാലിയായ അമലുകളെ നോക്കിയിട്ടായിട്ട്, തടി നോക്കിയിട്ടല്ല. ഈമാനും തഖ്വയുണ്ടോ എന്ന അള്ളാന്റെ അടുക്കൽ സ്ഥാനമുണ്ട്. തടി കൊണ്ടിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്നായിട്ട്. അപ്പൊ തടിയല്ല പ്രധാനം, അവന്റെ കൽബുള്ള ഈമാനും ഈമാന്റെ വിളിച്ചു ഇതായിട്ട് ആഖിറത്തിൽ ദിന്നാവരുത്, ആഖിറത്തിൽ സ്ഥാനമുള്ളത് അത് നോക്കിയിട്ടായിട്ട്. ഹദീസ് നമ്പർ 256. ഇതൊക്കെ സംബന്ധപ്പെട്ട ഇത് മനസ്സിലാവുന്ന ഒരു ഹദീസ് ആയിട്ട്. അതായത് ഇപ്പൊ ഈ ചൊന്ന ഹദീസിലെ അതിന് അത് മനസ്സിലാകുക ഒരു ചരിത്രം കൂടി ചൊല്ലുന്ന ഒരു ഹദീസ് എന്തായിട്ട് നോക്കാം. വഅൻഹു അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെയായിട്ട് ഹദീസ് റിപ്പോർട്ട് ആക്കുന്നത്. അന്നംറഅതൻ സൗദാ ഒരു പെണ്ണുങ്ങ, കറുത്ത പെണ്ണുങ്ങ. കറുത്ത എന്നത് അയിമാരെ നിസാരപ്പെടുത്തുക എന്നല്ല, മനസ്സിലാകുവാനായിട്ട് ചൊന്നത്. കാനത്ത് തഖുമ്മുൽ മസ്ജിദ് ആ പെണ്ണുങ്ങ പള്ളിയുടെ കാട്ടെല്ലാം അടിച്ചു ഭാരി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഒരു ബൈസറ പെണ്ണുങ്ങ. ഔ ഷാബൻ അല്ലെങ്കിൽ ഒരു ബാലക്കാരൻ. ഇപ്പൊ പെണ്ണോ അല്ലെങ്കിൽ ബാലക്കാരാണ്ട് ചൊന്നതോ അത് ഈ ഹദീസ് റിപ്പോർട്ടാക്കിയ സ്വഹാബിയല്ല, ഹദീസ് റിപ്പോർട്ടുമാരിൽപ്പെട്ട ഒരാളുകളൊരു സംശയമായിട്ട് അത് പെണ്ണുങ്ങളെ സംബന്ധിച്ച് മാലോറ് ബാലക്കാരുടെ സംബന്ധിച്ച് ചൊന്നരമ എന്ന് ഹദീസ് റിപ്പോർട്ടാക്കിട്ട് ഒരാൾക്ക് സംശയം ഉള്ളത് കൊണ്ടായിട്ട് അയാൾ ഔ ഷാബൻ എന്ന് ചൊന്നത്. പിന്നെ ഒരു പെണ്ണുങ്ങളെ സംബന്ധിച്ചായിട്ട് ചൊന്നത് ഈ ഹദീസിന്റെ തുടക്കത്തിൽ. പിന്നെ അയാൾക്ക് അതൊരു ഡൗട്ട് വന്നത് കൊണ്ട് ഷാബൻ എന്ന അയാൾ അവിടെ ആ ഹദീസ് റിപ്പോർട്ടാക്കിട്ട് ഒരാൾ ചൊന്നു കൊടുത്ത ചൊന്ന ഒന്നായിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണുങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ നാളായിട്ട് കാണില്ല. ഫസഅല അൻഹാ ഔ അൻഹു ആ പെണ്ണുങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ബാലക്കാരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. ഫഖാലു അപ്പം ചൊന്നർ മാത്ത മരിച്ചിരുന്നു. അഫല കുന്തും ആദന്തുമൂനി അപ്പൊ നബി തങ്ങൾ എടുത്ത് എന്തേന്ന് എന്റെ അടിങ്ങ വിളിക്കാത്തത്. ഫകഅന്നഹും സഗറു അംറഹ ആ പെണ്ണുങ്ങളെ കാര്യത്തെ ഇങ്ങനെ ശരിയായിട്ട് കണ്ടത്. ആ പെണ്ണുങ്ങ മരിച്ചേക്ക് എന്തൊക്കെ നബി തങ്ങളെ ഈ ജാവ് പോയിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് ചൊല്ലേ. ഔ അംറഹു അല്ലെങ്കിൽ ആ ആണ്ടെ ആ ബാലക്കാരൻ. ഫഖാല അപ്പൊ നബി തങ്ങൾ ചെന്ന് ദുല്ലൂനി അലാ ഖബ്രി ആ മനുഷ്യരുടെ ഖബർ അവിടെ കാട്ടിത്തറു. ഫദല്ലൂഹു ഫസല്ല അലൈഹ അങ്ങനെ ആ ഖബർ അങ്ങ് കാട്ടിക്കൊടുത്തറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ ഖബറിൽ മയ്യത്ത് നിസ്കരിച്ചു. സുമ്മ ഖാല എന്നിട്ട് നബി തങ്ങൾ ചെന്ന് ഇന്ന ഹാദിൽ ഖുബൂറ മംലൂഅത്തുൻ ദുൽമതൻ ഈ ഖബറും ചൊല്ലത് അത് ചിമ്മെ കൊണ്ട് നിറച്ചതായിട്ട് അല അഹ്ലിഹ ആ ഖബറുടെ ആളുമാരെ മേലും ചുമ്മെ കുത്തിയതായിട്ട്. വഇന്നല്ലാഹ തആല യുനവ്വിറു അല്ലാഹു തആല ആ ഖബറിനെ പ്രകാശിപ്പിക്കും ലഹും ആ ഖബറാലികൾക്ക് ബിസ്വലാത്തി ഞാൻ ദുആറകൾ കൊണ്ട് ഞാൻ നിസ്കരിക്കൽ കൊണ്ട് അലൈഹിം അവരുടെ മേൽ. മുത്തഫഖുൻ അലൈഹി. അപ്പോ ഈ ഹദീസിൽ തഖുമ്മു എന്നൊരു പദം വന്ന്
അത് തക്കുനൂസ് എന്ന കാട്ടടിച്ച് ബാറ് എന്നർത്ഥം. വൽ കുമാത്തു അൽ കുനാസത്തു കാട്ടടിക്കുക എന്നായിട്ട് ആ പദത്തെ അവിടെ വിവരിച്ചത്. വാദന്തുമൂനി എന്നത് ബിമദ്ദിൽ ഹംസത്തെ അലം തുമുനി എന്റെ നന്നക്ക് നിങ്ങൾ അറിയിച്ചില്ലെങ്കിലും. അതായത് ഈ സംഭവം ഒരു പെണ്ണിങ്ങ അയിമ കാനൊക്കെ വലിയ ഭംഗിയുള്ള ഒരു പെണ്ണുങ്ങളൊന്നും അല്ല. അങ്ങനെയുള്ള പെണ്ണ് അയിമ എന്താക്കിയത് ഈ പള്ളിയുടെ അടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ പെണ്ണുങ്ങളെ കാണാണ്ടിക്കും നബി തങ്ങൾക്ക് എടുത്ത് എന്താ ആ പെണ്ണുങ്ങൾ എവിടെ പോയിടുന്നുണ്ട്. അപ്പൊ ചൊന്നറ് സഹാബാക്കൾ അയിമ മരിച്ചിട്ട് ജാവ് മരിച്ചിരിക്കുന്നത്. അപ്പൊ നബി തങ്ങൾക്ക് ഉപദ്രാക്കടെ നബി തങ്ങൾ പോയിട്ട് ചൊല്ലെ വേണ്ട നബി തങ്ങ ജാമന് ഉറങ്ങിട്ടോ തെല്ല് ഉറങ്ങിട്ട് പിന്നെ കുറെ നേരം നിസ്കരിക്കല് ഇങ്ങനെ ഐബാദത്തുമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ നബിക്ക് ഡിസ്റ്റർബ് അവിടെ വേണ്ട ചെന്ന് ഇങ്ങനെ എന്താക്കിയാലും മറമാടിയറ പെണ്ണുങ്ങളെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പിന്നെ കേട്ടിട്ടാകുമ്പോ ചെന്നാർ അയിമ മരിച്ചു എന്തുകൊണ്ട് നീ എനക്ക് ചൊന്നില്ല. എന്നിട്ട് കബറ് കാട്ടിത്തറും. കബറ് കാട്ടി കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിസ്കരിച്ചിട്ട് എവിടെ കബറിൽ നിസ്കരിച്ചിട്ട്. എന്നാൽ മയ്യത്ത് നിസ്കാര ഇപ്പോ ഈ റായത്ത് മറമാടിയ ഒരു മയ്യത്ത് കണ്ടെങ്കിൽ ആ കബറിൽ മുട്ട പോയിട്ട് ഞങ്ങൾക്ക് നിസ്കരിക്കാം. ആ മനുഷ്യ മരിക്കുമ്പോത്തുക ഞങ്ങൾ നിസ്കരിക്കുക അർഹതപ്പെട്ട ആൾമാറുണ്ട് കണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ നിസ്കരിക്കേണ്ട ആൾമാറുണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ റായത്തിൽ അവിടെ പോയിട്ട് നിസ്കരിക്കണം. പിന്നെ വേറെ എവിടെയെങ്കിലും ഇപ്പൊ ഞങ്ങൾ എവിടെ മരിച്ചേക്ക് എവിടെ നിസ്കരിക്കണം. അതേ സമയത്ത് ആ ഏരിയത്തിലാകുമ്പോൾ ആ കബറിൽ പോയിട്ട് നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മക്ക് വേണ്ടി നിസ്കരിച്ചു കൊടുത്തത്. എന്നിട്ട് ചെറുത്ത് നാൻ ഈ നിസ്കരിച്ചത് കൊണ്ട് ഈ കബറാളുകൾക്ക് എന്താക്കുക അള്ളാഹു പ്രകാശത്തെ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോ ഈ പെണ്ണുങ്ങളെ കാര്യത്തെ ഇങ്ങനെ ശരിയായി കണ്ടറ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എടുത്ത് എന്ത് വേണ്ട ഇവിടെ കാണില്ല. അപ്പൊ മരിച്ചിട്ടും ചൊന്നിട്ടാകുമ്പോ നബി തങ്ങൾ എന്തേ നിങ്ങൾക്ക് ചൊല്ലുക തീറാലെന്താ എന്നുള്ളത്. അപ്പൊ അള്ളാഹിന്റെ അടുക്കൽ അങ്ങ് വലിയ സ്ഥാനമുള്ള ആൾമാറുക. അള്ളാഹിന്റെ അടുക്കൽ ആ പാവപ്പെട്ട ആൾമാർ അയ്മറ് എന്താ കാണുക ഭംഗിയില്ല അങ്ങനത്തെ ഒരു പാവത്തെ ഒരു പെണ്ണുങ്ങ. ആ പെണ്ണുങ്ങ മരിച്ചപ്പോഴത്തേക്ക് ഈ സംഭവം ഉണ്ടായത്. അപ്പൊ അതിനിടയിൽ ഒരു യുവാവും ചെന്നത് അത് ഹദീസ് റിപ്പോർട്ടായിട്ട് ഒരു സഹാബിക്ക് അവിടെ സംശയം വന്നത് കേട്ടത് ഞാൻ ആ സ്വഹാബ ഹദീസ് അയാളെ ഷെയ്ഖിൽ നിന്ന് ഹദീസ് പഠിപ്പാടി വിട്ട ആ ഷെയ്ഖിൽ നിന്ന് കേട്ടത് പെണ്ണുങ്ങളെ സംബന്ധിച്ചെന്നതോ അല്ല ഒരു യുവാവും ചെന്നതോ എന്നൊരു സംശയം ഏൽക്കുന്നത് കൊണ്ടായിട്ട് ഇവിടെ അവിടെ ഔ ഷാബൻ എന്ന് ചൊന്നത്. അപ്പോ ഇവിടെ ആ പാവപ്പെട്ട പെണ്ണുങ്ങളെ ആ സ്ഥാനം അള്ളാന്റെ അടുക്കൽ അത് വലുത്. അപ്പോൾ ഈമാനും ചൊക്കയും നോക്കിയിട്ടായിട്ട് മനുഷ്യരുടെ സ്വരൂപം നോക്കിയിട്ടോ അല്ലെങ്കിൽ അവന്റെ സ്ഥാനം നോക്കിയിട്ടോ സമ്പത്ത് നോക്കിയിട്ടോ എന്തും അല്ല. അപ്പൊ ഞങ്ങൾ മുന്നത്തെ ഹദീസിൽ ചൊന്നില്ലേ വലിയ തടിക്കെട്ടുന്നൊരു മനുഷ്യ ഖിയാമത്തിനാൽ പറയും അള്ളാന്റെ അടുക്കൽ ഒരു റെക്കരത്ര പോലും അവനക്ക് സ്ഥാനമില്ല എന്നുള്ളത്. ഒരു കുതിര റെക്കരത്ര പോലും അവനക്ക് ദിന്ന ഇല്ല എന്നുള്ളത്. അപ്പൊ ഈമാനും ചൊക്കയും നോക്കിയിട്ടായിട്ട് അള്ളാഹു സാലിഹീങ്ങളിൽ ഞങ്ങളൊക്കെ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. കാതുകൊടുത്ത് എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് മുന്നത്തെ ക്ലാസ്സിൽ കാതുകൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.